പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ദോശ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് അരി ഈ ഗ്ലാസ്സിന് അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വെള്ളം തെളിയുന്നത് വരെ ഇതിൻ്റെ പശപ്പെല്ലാം പോകുന്നവരെ നല്ലപോലെ കഴുകിയെടുക്കുക. അപ്പോൾ പലരും പറയാറുണ്ട് ദോശയ്ക്ക് ബാറ്റർ അടിച്ച് വെച്ചിട്ട് അത് ശരിയാവുന്നില്ല, അതുപോലെ തന്നെ ദോശയ്ക്ക് ഒട്ടും മയമില്ല, ഒന്ന് മരം കണക്കിരിക്കുക എന്നൊക്കെ പറയത്തില്ലയോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കായി വീഡിയോ കേട്ടോ, അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. മാത്രമല്ല നമ്മൾ ഈ ചേർക്കുന്ന ചേരുവ നിങ്ങൾ കാണുന്നുണ്ട്. 3 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 1/2 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പം ഉഴുന്ന് നല്ല പഴകിയ, ഒരുപാട് ഇങ്ങനെ ഇരുന്ന് പഴകിയ ഉഴുന്നൊന്നും എടുക്കരുത്, നല്ല ഫ്രഷായിട്ടുള്ള ഉഴുന്ന് തന്നെ എടുക്കുക. അത് നല്ലപോലെ 4-5 വെള്ളം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്കിതിന് ഫ്രിഡ്ജിൽ വേണം മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ അരയ്ക്കുന്ന സമയം പുറത്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാവ് ഒട്ടും തന്നെ ചൂടായി പോകത്തില്ല. അപ്പോൾ അരി കഴിയുന്ന സമയത്ത് നിങ്ങളൊരല്പം കല്ലുപ്പിട്ട് കഴുകുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ മാവ് നല്ലപോലെ പൊരിച്ച് കിട്ടാനുള്ള ടിപ്സൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് വീഡിയോ കാണുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമ്മളിതാ രാത്രി ആയപ്പോൾ ഞാൻ ഉഴുന്ന് ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഉഴുന്നിൽ നമ്മൾ ഒഴിച്ചു വെച്ച വെള്ളം കളയാൻ പാടില്ല, അത് മാറ്റി വയ്ക്കുക. ആ വെള്ളത്തിൽ വേണം നമുക്കിതെല്ലാം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഉഴുന്നെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മാവ് ഇരട്ടിച്ച് വരും. നമ്മൾ അടിച്ച് വെക്കുന്ന ഞാൻ നിങ്ങൾക്ക് കാണിക്കാതെ. അപ്പോൾ ഇനി നമുക്ക് ഉഴുന്നൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് അടിച്ചെടുത്ത ഉഴുന്നിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉരലിലൊക്കെ ആട്ടിയെടുക്കുന്ന പോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള നമ്മുടെ ഉഴുന്ന് മാവ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ആ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഞാനിത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. മാവ് ഒട്ടും ചൂടായിട്ടുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് ഒഴിച്ചു വയ്ക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അരി അടിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക, പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് അനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരയ്ക്കുന്നതെല്ലാം ഒന്നാമത്തെ ടിപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഉഴുന്ന് കുതിർത്ത വെള്ളത്തിലാണ് നമ്മളിത് ആദ്യത്തെ പേച്ച അരി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്ക് അടിക്കുന്നതിനേക്കാളും ഒരല്പം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം ദോശമാവിന് കേട്ടോ. ഇഡ്ഡലിക്ക് നമ്മൾ ചെറിയൊരു തരിതരിപ്പുണ്ടെങ്കിൽ മാത്രമേ ഇഡ്ഡലി നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അടിച്ച് മാറ്റി. ഇനി ഇതാ ബാക്കി അരി ഞാനിതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നെടുത്തത് അതേ കപ്പിൽ 1 കപ്പ് ചോറെടുക്കുക. അപ്പോൾ ചോറ് കുത്തരി ചോറോ വെള്ളരി ചോറോ എടുക്കുക, ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ വെള്ളരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് മാവ്. ഈ മാവെല്ലാം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം പകുതി മാവാണ് ഈ ചരുവത്തിലുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഞാനൊരു തവിയുടെ പിടിയില്ലേ, നമ്മുടെ ചിരട്ടത്തവിയുടെ പിടി കൊണ്ട് നല്ലതുപോലെ നല്ല സ്പീഡായിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നമുക്ക് ഈ മാവൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല, കൂടുതൽ മാവുള്ളതുകൊണ്ട് നമുക്ക് അടച്ച് വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ കണ്ടല്ലോ മാവ് എത്രമാത്രം നല്ലപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്, ഡബിൾ മടങ്ങായിട്ടുണ്ട് മാവ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഞാനിപ്പോൾ മൊത്തം മാവ് എടുക്കാത്തത് കൊണ്ട് കുറച്ചൊന്ന് കലക്കിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി എടുത്തിട്ട് വേണം നമുക്കിത് ഉപ്പിടാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല അടിപൊളി ദോശ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മാറ്റിയ മാവിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഒരു അല്പം കൂടെ മാവൊന്ന് ലൂസായാൽ നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ദോശ ബാറ്റർ പരുവത്തിന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ദോശ ചുട്ടെടുക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ദോശ ഒഴിച്ച് കൊടുക്കുക. ദോശമാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അനുസരിച്ച് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലത്തെ ദോശ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് മാറ്റിയെടുക്കാം. ഒരു വശം മുരിഞ്ഞ് വീഴുമ്പോൾ മറിച്ചിടുക. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ അളവിൽ നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്യുവാണെങ്കിൽ പെർഫെക്റ്റായിട്ടുള്ള ദോശ കിട്ടും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ നല്ല നൈസായിട്ട് പരത്തിയ ഒരു ദോശ കാണിക്കാം. നമുക്ക് മൊരിയിച്ചെടുക്കണം, നെയ്യൊക്കെ ഒഴിച്ച് മൊരിയിച്ചെടുക്കാനും ഈ ഒറ്റ ദോശ ബാറ്റർ തന്നെ മതിയാവും. നല്ലതുപോലെ നൈസായിട്ട്, എത്ര നൈസായിട്ട് വേണമെങ്കിലും നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വശം മുരിഞ്ഞതിന് ശേഷം ഞാൻ മറിച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ദോശ മാവ് കൊണ്ട് ദോശ തയ്യാറാക്കി എടുക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.